PCOD ആക്ച്വലി നമ്മുടെ ഓവറീനെ തുടങ്ങുന്നൊരു രോഗമോ ഓവറിയിൽ ബാധിക്കുന്നൊരു രോഗമല്ല. യൂഷ്വലി നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓവറിയിൽ എന്തൊക്കെയോ ഫൈൻഡിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓവറിയിൽ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ PCOD ഉണ്ട് എന്നുള്ളത് പറയും. അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ രോഗിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ PCOD ആണെന്ന് പറയും. പക്ഷേ ആക്ച്വലി ഈ രോഗം തുടങ്ങുന്നത് ഓവറിയിലല്ല. ഈ രോഗം ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. ചിലപ്പോൾ സ്ട്രെസ് ആവാം, ചിലപ്പോൾ ഗട്ടിൻ്റെ പ്രോബ്ലംസ് ആവാം, അങ്ങനെ പല ഇഷ്യൂസ് ഇതിനെ ബാധിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് സ്ട്രെസ് ലെവലിൽ നിന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്സസിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗട്ട് ആക്സസിൽ സ്റ്റാർട്ട് ചെയ്യാം. പല രീതിയിൽ ഈ രോഗങ്ങൾക്കൊരു തുടക്കമുണ്ട്. പലപ്പോഴും നമ്മളതൊരു ഓവറിയിൽ മാത്രം വരുന്നൊരു രോഗമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഓവറിനെ ട്രീറ്റ് ചെയ്താൽ എല്ലാം ക്ലിയർ ആവുന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവേ ജനങ്ങളിലുണ്ട്. ഇപ്പോൾ PCOD എന്ന് പറയുന്നൊരു ടോപ്പിക് എന്ന് പറയുമ്പോൾ വാസ്റ്റ്ലി ഡിസ്കസ്ഡ് ആണ്, എല്ലാവർക്കും അറിയുന്നൊരു ടോപ്പിക്കാണ്. ഏത് കുട്ടികളോട് ചോദിച്ചാൽ പോലും ഒരു 14 വയസ്സുള്ള കുട്ടി തൊട്ട് 55 വയസ്സുള്ള ഒരു ലേഡീനെ നമ്മൾ എടുക്കുന്ന സമയത്ത് PCOD എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം, എവിടെ ട്രീറ്റ് ചെയ്യണം എന്നറിയാം അല്ലേ. പലപ്പോഴും എക്സസൈസ്, ഡയറ്റ്, എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുന്നുണ്ടാവും. ബട്ട് ആക്ച്വലി ഈ രോഗത്തിന് വേറെയും ലക്ഷണങ്ങൾ വരാം, വേറെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, ഒരു റൂട്ട് കോഴ്സ് ഉണ്ട്. ആ റൂട്ട് കോഴ്സിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എത്താത്തതാണ് ഇത് റിക്കറൻസി വരാനുള്ള, അല്ലെങ്കിൽ മാറിയിട്ട് വീണ്ടും വരിക, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വീണ്ടും ഈ ഒരു എഫെക്ഷൻ ബുദ്ധിമുട്ട് പേഷ്യൻറ്റിന് വരാനുള്ള ഒരു മെയിൻ റീസൺ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് ഈ PCOD ബാക്കിയുള്ള അടയാളങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ തന്നെ ദഹന പ്രക്രിയകൾ കൃത്യമായിട്ട് നടക്കണം. ശരിയായ ദഹനം നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയുള്ളൂ. അപ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള രോഗമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗട്ട് ഹെൽത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ നല്ല ബാക്ടീരിയ ഉണ്ടാവാം, ചീത്ത ബാക്ടീരിയ ഉണ്ടാവാം. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ബാക്ടീരിയൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കവിടെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് വരാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ മറ്റ് അവയവങ്ങളിൽ ഗട്ട് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന സ്ട്രെസ്സാണ്. പല കുട്ടികളിലും കണ്ടിട്ടുണ്ടാകും ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ടായിരിക്കും OPയിലേക്ക് വരിക. സ്ട്രെസ്സും ഈ PCODയും തമ്മിൽ ബന്ധമുണ്ടോ? ഡെഫിനറ്റ്ലി ബന്ധമുണ്ട്. സ്ട്രെസ്സും PCODയും തമ്മിൽ ബന്ധമുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളും PCODയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഇതിനൊരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് കറക്റ്റ് ആവില്ല. അതായത് ഗുഡ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യില്ല. നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ദഹനം നടക്കുകയുള്ളൂ, ശരിയായിട്ട് ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലഡിലേക്ക് എത്തുള്ളൂ, ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയസ് അവിടെ ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി ബാഡ് ബാക്ടീരിയസിൻ്റെ ഗ്രോത്ത് കൂടും. ആ സമയത്ത് നമ്മുടെ ബ്ലഡിലേക്ക് ടോക്സിൻസ് എൻ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയാനും പറ്റും, നമുക്ക് ആ ബ്ലഡിൽ അതിൻ്റെ ചേഞ്ചസ് അറിയാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഇൻഫ്ലമേഷൻ വരുന്നത്. യൂഷ്വലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ലീക്കി ഗട്ട് എന്നുള്ളത്. അതെ, ലീക്കി ഗട്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ലീക്കി ഗട്ട് എന്ന് പറയുമ്പോൾ പെർമിയബിലിറ്റി പ്രശ്നമാണ്. പെർമിയബിലിറ്റി പ്രശ്നം ഇഷ്യൂസ് യൂഷ്വലി വയറിൻ്റെ ആമാശയത്തിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും ഒരു ചോരുന്ന ഒരു സിസ്റ്റമാണുള്ളത്, ഒരു അരിപ്പ പോലുള്ള സിസ്റ്റമാണ്. നല്ലത് പുറത്തേക്ക് വരാൻ, ബ്ലഡിലേക്ക് സർക്കുലേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണുള്ളത്. പക്ഷേ ഈ പെർമിയബിലിറ്റിനെ ബാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പെർമിയബിലിറ്റീനെ അത് ബാധിക്കുകയും ടോക്സിൻസ് ബ്ലഡിലേക്ക് റിലീസ് ആവുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പോൾ PCOD സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഏറ്റവും വലിയൊരു ലക്ഷണമായിട്ട് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എല്ലാവരും ഡയബറ്റീസ്, ഷുഗർ ആ ലെവലിലാണ് ചിന്തിക്കുന്നത്. ശരിക്കും എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെഫിനറ്റ്ലി ഡയബറ്റീസിൽ ഉണ്ടാവുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയാം PCOD ഉള്ളവർക്ക് ഡയബറ്റീസിലേക്കുള്ള സാധ്യത മുന്നോട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ PCOD ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഡയബറ്റീസിലേക്ക് ശ്രദ്ധിക്കണം, തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം, ഒബീസ് അല്ലെങ്കിൽ എക്സ്ട്രാ വണ്ണം വരുന്നുണ്ടോ നോക്കണം. ജനറലി PCODയുടെ ലക്ഷണങ്ങൾ വരുന്നത് കഴുത്തിൽ, കക്ഷത്തിൽ കറുത്ത് നിറം വരിക, അല്ലെങ്കിൽ ഓവറായിട്ട് വണ്ണം വയ്ക്കുക. അതിന് തന്നെ ട്രങ്കൽ ഫാറ്റ് ആയിരിക്കും ഭയങ്കര കൂടുതൽ. അതായത് കൈ കാലൊക്കെ മെലിഞ്ഞിരിക്കും. ഷുഗർ പേഷ്യൻസിലും അങ്ങനെയാണ്, എക്സ്ട്രീമിറ്റി വളരെ മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക, പക്ഷേ ട്രങ്കൽ ഒബീസിറ്റി ഉണ്ടാവും. അപ്പോൾ വയറ് നല്ല രീതിയിൽ പൊണ്ണത്തടി, കുടവയറ് വരിക എന്നുള്ളത് PCODയുടെ ഒരു മേജർ ലക്ഷണമാണ്. അതുപോലെ മുഖത്ത് കുരുക്കൾ വരിക, രോമ വളർച്ച ഉണ്ടാവുക, ഒരു മെയിൽ പാറ്റേൺ ആയിരിക്കും വരിക. മെയിൽ പാറ്റേൺ ഹിർസ്യൂട്ടിസം അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് മുഖത്ത് വരിക, പിമ്പിൾസ് വരിക, ഇത്തരം പ്രശ്നങ്ങൾ യൂഷ്വലി കാണാറുണ്ട്. ഇതിൻ്റെ പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓവറിയിൽ മാത്രമല്ല രോഗം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന ഗട്ട് ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ കിടക്കുന്നത്. ഈ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക്
നമുക്ക് ഇൻഫ്ലമേഷൻസ് വരാം, നീർക്കെട്ട് വരാം. നീർക്കെട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എഗെയിൻ ഓവറിനെ ബാധിക്കാം. നീർക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ ഈ നീർക്കെട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് PID പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ യൂട്രസിൽ തന്നെ നീർക്കെട്ട് വരാം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഡിസ്മെനോറിയ ഉണ്ടാവാം. അപ്പോൾ പീരിയഡ് ആവാത്തൊരു പ്രശ്നം യൂഷ്വലി ഒരു PCODയിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേ നാൾ 6 മാസം 7 മാസമൊക്കെ പീരിയഡ് ആവാതിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൻ്റെ പുറമെ ബ്ലീഡിങ് സ്പോട്ടിംഗ് ആയിട്ട് വരാം. ചില മന്തിൽ വളരെ കുറഞ്ഞ ബ്ലീഡിങ്ങേ കാണുന്നുള്ളൂ. 3 to 4 months കഴിഞ്ഞിട്ടായിരിക്കും ബ്ലീഡിങ് വരുന്നത്. 1 or 2 ഡ്രോപ്സ് കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നു. വീണ്ടും ആ ബ്ലീഡിങ് വരണമെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ മെഡിസിൻസ് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോർമോണൽ ഇംപ്ലിക്കേഷൻസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോണൽ ആയിട്ടുള്ള എഫക്ട്സ് ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ പ്രോപ്പർ അല്ല, അപ്പോൾ നമ്മളെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നീർക്കെട്ട് വരുന്നു. ആ സമയത്ത് നമുക്കുണ്ടാവാൻ സാധ്യതയുള്ളതാണ് കോർട്ടിസോൾ ഹോർമോൺ എന്നുള്ളൊരു ഹോർമോൺ കൂടത് ഒരു സ്ട്രെസ് ഹോർമോണാണ്. ഹോർമോൺസിന് ഇതിൻ്റെ മേജർ റോളുണ്ട്. അപ്പം ഹോർമോൺസ് കോർട്ടിസോൾ കൂടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് പിന്നെ ഓവുലേഷൻ നടക്കാതെ വരും. ഇപ്പോൾ വന്ധ്യത ഇതിൻ്റെ കാരണമാണല്ലോ. അതെ അതെ. ഈ ഉദരസംബന്ധമായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ PCOD ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദരസംബന്ധമായ പ്രശ്നങ്ങളും അല്ലാത്തതും തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇപ്പം നമുക്ക് എല്ലാ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളും PCOD എന്ന് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി നമുക്കൊരു അസിഡിറ്റി ഉണ്ടാവുന്നു, ഇടയ്ക്കിടയ്ക്ക് അസിഡിറ്റി വരുന്ന ഒരാളാണ്. പക്ഷേ നമുക്കത് ഡെഫിനറ്റ്ലി അത് PCOD എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള അസിഡിറ്റി ഒരു കുഞ്ഞു കുട്ടിയിൽ, ഇപ്പം നമ്മളൊരു 10 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയിൽ അസിഡിറ്റി കാണുന്നു, ബ്ലോട്ടിംഗ് പ്രശ്നം, വയറ് നിറഞ്ഞ പോലെ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും കമ്പനം പോലെ, വയറ് തൊടുമ്പോൾ കല്ല് പോലെയുണ്ട്, ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര ഹെവിനെസ് ആണ് എന്ന് സ്ഥിരമായിട്ട് കുട്ടി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് കുട്ടിക്ക് കൊടുത്തു. അതായത് ഗ്യാസ്ട്രിക് അഫെക്ഷൻസിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്തിട്ടും അത് ക്ലിയർ ആവാത്ത പക്ഷം നമുക്ക് PCOSയിലേക്ക് സംശയിക്കാം. കുട്ടിയുടെ പീരിയഡും കൂടെ നമ്മൾ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു പാറ്റേൺ കിട്ടും. അങ്ങനെ തുടർന്ന് പോകുന്ന മരുന്ന്, ഗ്യാസിൻ്റെ മരുന്നിൽ മാറാത്ത രോഗങ്ങൾ ഒരു പക്ഷേ ഈ PCOSയിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുമല്ലോ, അതായത് ഒരുപാട് സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഇതും PCODയും തമ്മിൽ എന്താണ് കണക്ഷൻ? അത് ഡോക്ടർ ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ്. ഇപ്പോൾ IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പലർക്കും പേര് കേൾക്കുമ്പോൾ ഇത് എന്ത് രോഗമാണെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി ഇത് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇത് ഏത് ഏജ് ഗ്രൂപ്പിലും വരാവുന്ന ഒരു രോഗമാണ്. യൂഷ്വലി ഇത് കൂടുതലായിട്ട് നമ്മൾ മെയിൽസിലാണ് കാണുന്നത്, സ്ത്രീകളിലെ അപേക്ഷിച്ച്. എന്നാൽ PCOD ഉള്ളവർക്ക് അതിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വരുന്ന ഒരു ഉദരസംബന്ധമായിട്ടുള്ള രോഗമാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നിസ്സാരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പുറത്തൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ട്രിപ്പിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു സെൻസേഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിൽ അന്ന് പോയതായിരിക്കാം. യൂഷ്വലി നിങ്ങൾ ജനറൽ ടൈം നിങ്ങൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ടോയ്ലറ്റിൽ പോകാൻ തോന്നുക. ഇപ്പോൾ നിങ്ങളൊരു എക്സാം എഴുതാൻ നിൽക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ആ ഒരു ടെൻഷൻ ഈസ് റിലേറ്റഡ് ടു IBS ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ട്, ഇപ്പോൾ ഈ IBSൽ തന്നെ ഒരു പെർഫെക്റ്റ് സ്റ്റൂൾ പാറ്റേൺ ഉണ്ടാവില്ല, ഡെയിലി സ്റ്റൂൾ പോകുന്നൊരു പ്രോപ്പർ ടൈമിംഗ് ഉണ്ടാവില്ല. ഇനി അഥവാ സ്റ്റൂൾ പാസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഹാർഡായിട്ട് പോകാം, വളരെ കട്ടിയായിട്ട്. ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു ഇതുപോലെ ഡയറിയ പോലെ അല്ലെങ്കിൽ വയറിളക്കം പോലെയായിട്ട് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു കൃത്യമായിട്ട് പാറ്റേൺ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതൊരു ലക്ഷണമാണ്. ഞാൻ കൂടുതലായിട്ടും PCOD ഉള്ള കുട്ടികളിൽ ഈ പ്രശ്നം കാണാറുണ്ട്. PCOD ഉള്ള കുട്ടികൾക്ക് ഒന്നെങ്കിൽ സ്റ്റൂൾ പാറ്റേൺ പ്രോപ്പർ അല്ലാത്തൊരു പ്രശ്നം, മെയിൻലി ഡ്യൂ ടു ഇൻഫ്ലമേഷൻ, ഈ നീർക്കെട്ട്, ഗട്ടിൽ ബാധിക്കുന്ന, വയറിൽ ബാധിക്കുന്ന നീർക്കെട്ട്. നമ്മൾ ജനറലി ഈ ഒരു വയറുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറേ ഇല്ല. പലപ്പോഴും ഈ PCODയുടെ വീഡിയോകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രോഗികൾ വന്ന ലക്ഷണങ്ങളും പറയുമ്പോഴോ ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് വേറെയാണ്, അത് അവർ വേറൊരു ഗ്യാസ്ട്രിക് സ്പെഷ്യാലിറ്റി ഡോക്ടർ തന്നെയാണ് കാണിക്കാറ്. ഗ്യാസിൻ്റെ അല്ലെങ്കിൽ വയറ് വേദന, നെഞ്ചെരിച്ചിൽ, ഇതെല്ലാം മറ്റൊരു രോഗമായിട്ടാണ് കാണിക്കാറ്. പലപ്പോഴും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറയില്ല. എന്നാൽ പ്രോബ്ലം അവിടെയാണ് കിടക്കുന്നത്. ആക്ച്വലി നമ്മുടെ കോർട്ടിസോൾ ഹോർമോൺ റിലേറ്റഡ് ആണ്. നമ്മുടെ എല്ലാ ബോഡിയിലെ സ്ത്രീ ഹോർമോൺസും പുരുഷ ഹോർമോൺസുമായിട്ട് ആൻഡ്രോജനും ഈസ്ട്രോജനും ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണിൻ ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മെലാറ്റോണിൻ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ, LH പോലുള്ള ഹോർമോൺസിനെല്ലാം ഇതിലൊരു മേജർ റോളുണ്ട്. അപ്പം നമ്മൾ ഓവറിൻ്റെ ഹെൽത്ത് മാത്രമല്ല നോക്കണ്ടേ, ഗട്ട് ഹെൽത്ത് നോക്കണം. പ്ലസ് സ്ട്രെസ്സിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പോൾ പറഞ്ഞ ബ്രെയിൻ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.